ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പം നിങ്ങളൊരു സാലറിഡ് എംപ്ലോയി ആണ്. അതുപോലെ നിങ്ങൾക്ക് 2025-26 ഫൈനാൻഷ്യലിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് നിങ്ങളുടെ ഫോം 16 മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഇൻകം ടാക്സ് പോർട്ടലിൽ എങ്ങനെ ITR-1 ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാന്നുള്ളത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് നോക്കാം. അത് മാത്രമല്ല, നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ വെരിഫൈ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും അതുപോലെ നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് കോമൺ മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്നുള്ളതും ഇന്നത്തെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻകം ടാക്സ് പോർട്ടലിൽ ലൈവായിട്ട് കംപ്ലീറ്റ് ഫയലിംഗ് പ്രോസസ്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓരോ സ്റ്റെപ്പിലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും. സോ നമുക്കിവിടെ ഒട്ടും ലേറ്റ് ആക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇവിടുത്തെ ആദ്യത്തെ കാര്യം, നിങ്ങളുടെ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ITR-1 നിങ്ങൾക്ക് ശരിയായിട്ടുള്ള റിട്ടേൺ ഫോം ആണോ എന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണ്, അതിൽ 2025-26 ഫൈനാൻഷ്യൽ നിങ്ങൾ ടോട്ടൽ ഇൻകം 50 ലക്ഷം വരെ ആണെങ്കിൽ മിക്ക സാലറി ടാക്സ് പേസിനും ITR-1 ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ ഇൻകം ഇപ്പം സാലറി അല്ലെങ്കിൽ പെൻഷൻ, വൺ ഹൗസ് പ്രോപ്പർട്ടി, അതിൽ സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് പോലുള്ള അതർ സോഴ്സിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ITR-1 ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻകം ടാക്സ് പോർട്ടലിൽ കാണിക്കുന്ന എലിജിബിലിറ്റി പ്രകാരം സർട്ടൺ സ്പെസിഫൈഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസും 5000 രൂപ വരെയുള്ള അഗ്രികൾച്ചർ ഇൻകം ITR-1 റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഇൻകം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ITR-1 സ്കോപ്പിന്റെ പുറത്താണെങ്കിൽ നിങ്ങൾ വേറൊരു ITR ഫോം ആയിരിക്കും ഇവിടെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ ഉറപ്പുവരുത്തണം. ഇനി ഫയലിംഗ് പ്രോസസ്സിന്റെ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ പാൻ കാർഡ്, ആധാർ കാർഡ്, കൂടാതെ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ആക്റ്റീവ് മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഇവിടെ ഉറപ്പുവരുത്തണം. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഇവിടെ ഉറപ്പാക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എലിജിബിൾ ആയിട്ടുള്ള ടാക്സ് റീഫണ്ട് ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമില്ലാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും ഇവിടെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ഫോം 16 ആണ്. അപ്പൊ ഇത് നിങ്ങളുടെ എംപ്ലോയർ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഒരു ഫൈനാൻഷ്യലിൽ നിങ്ങളിപ്പോൾ ജോലി മാറിയിട്ടുണ്ടെങ്കിൽ ഓരോ എംപ്ലോയറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫോം 16 റെഡിയാക്കി വെച്ചിരിക്കണം. അപ്പൊ ഇത് കൂടാതെ നിങ്ങൾ ഫോം 26ASഉം ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് AISഉം വെരിഫൈ ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ്, സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോഴ്സിൽ നിന്ന് ഇൻകം ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇൻകം ടാക്സ് പോർട്ടൽ ലോഗിൻ ചെയ്യാം. അപ്പൊ ആദ്യം നിങ്ങൾ ബ്രൗസറിൽ ഒഫീഷ്യൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ്, അതായത് www.incometax.gov.in ഓപ്പൺ ചെയ്യാം. അപ്പൊ ഈ ഒരു പോർട്ടൽ വഴി നമ്മൾ ITR-ന്റെ കംപ്ലീറ്റ് പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പാൻ വെച്ചിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ഇവിടെ ലോഗിൻ ചെയ്തതിന് ശേഷം റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് 2 ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യാനായിട്ടുണ്ട്. അതാണ് ഫോം 26AS, അതിൽ ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് AISഉം. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ വെരിഫൈ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഇൻകവും TDS ഡീറ്റെയിൽസും ഗവൺമെന്റ് റെക്കോർഡ്സിൽ കറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഫോം 26AS വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഫയൽ മെനുവിലേക്ക് പോവാം. വ്യൂ ഫോം 26AS ഓപ്പൺ ചെയ്യുക. അസസ്മെന്റ് ഇയർ 2026-27 സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോം 26AS ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഫോം 26ASൽ ഈ ഒരു ഫൈനാൻഷ്യലിൽ നിങ്ങളുടെ പേര് എത്ര TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ഗവൺമെന്റ് റെക്കോർഡ്സിൽ എത്ര ടാക്സ് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പം നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റിൽ നിന്ന് TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻട്രീസ് ഇവിടെ വിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഓരോ ഡീറ്റെയിൽസും കുറച്ച് ടൈം എടുത്ത് ശ്രദ്ധിച്ച് നിങ്ങൾ ഇവിടെ വെരിഫൈ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത് AIS ചെക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഹോം പേജിലേക്ക് വന്നിട്ട് AS ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ AS എന്നത് നിങ്ങളുടെ പാൻ അഗേൻസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പല ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉൾപ്പെടുന്ന ഒരു ഡീറ്റെയിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പം നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ്, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ഇൻകം, അതുപോലെ മറ്റു ഫൈനാൻഷ്യൽ ഇൻഫോർമേഷൻസ്. ഇവിടുത്തെ നമ്മുടെ ലക്ഷ്യം ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വ്യൂ ചെയ്യുക എന്നുള്ളതല്ല. നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് നമ്മുടെ ഒരു ഇൻകം സോഴ്സും മിസ്സാകാതിരിക്കാനാണ് നമ്മളിത് വെരിഫൈ ചെയ്തത്. ഫോം 16, ഫോം 26AS, അതിൽ AIS ക്രോസ് ചെക്ക് ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ 3 പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള ഫോം 16, ഫോം 26AS, അതിൽ AIS റിവ്യൂ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ഒരു 3 ഡോക്യുമെന്റ്സ് നല്ലപോലെ ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ സാലറിയും TDS ഡീറ്റെയിലും ഫോം 16ലും ഫോം 26ASലും സെയിം ആയിരിക്കണം. അതുപോലെ നിങ്ങൾക്ക് ഇനി ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ അത് AISലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ ഉറപ്പുവരുത്തണം. എന്തെങ്കിലും ഒരു മിസ്മാച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യം അതിന്റെ റീസൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഈ ഒരു ചെറിയൊരു വെരിഫിക്കേഷൻ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് നോട്ടീസ് ലഭിക്കുന്നത് അല്ലെങ്കിൽ പിന്നീട് റിവൈസ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ചാൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കഴിയും. ഓക്കെ, നമ്മളിപ്പം ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു.
ഇനി നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഹോം പേജിൽ ഫയൽ യുവർ റിട്ടേൺ അല്ലെങ്കിൽ ഫയൽ നൗ ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ 2025-26 ഫൈനാൻഷ്യൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നുണ്ട്. അസസ്മെന്റ് ഇയർ 2026-27 നിങ്ങൾ സെലക്ട് ചെയ്യണം. അടുത്ത ഫയലിംഗ് മോഡ് ഓൺലൈൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത സ്ക്രീനിൽ സ്റ്റാർട്ട് ന്യൂ ഫയലിംഗ് ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ പോർട്ടൽ ചോദിക്കാം നിങ്ങൾ ഫയൽ ചെയ്യാനായിട്ട് ഏത് ഫോം വേണം എന്നുള്ള കാര്യം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ITR 1 നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ പോർട്ടൽ എലിജിബിലിറ്റി കണ്ടീഷൻസും ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ കേസിൽ ITR 1 സ്കോപ്പിലാണ് വരുന്നതെങ്കിൽ പ്രൊസീഡ് വിത്ത് ITR 1 നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടിയുണ്ട്. പോർട്ടലിൽ ന്യൂ ടാക്സ് റെജിം ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടാക്സ് റെജിം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു പ്രാവശ്യം നിങ്ങൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മറക്കരുത്. അതിനുശേഷം റിട്ടേൺ ഫയൽ ചെയ്യാൻ ആപ്ലിക്കബിൾ ആയ റീസൺ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യുക. ഇനി നമ്മൾ ഫയലിംഗ് പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പേഴ്സണൽ ഇൻഫോർമേഷൻ മുതൽ ടാക്സ് ലയബിലിറ്റി വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പേഴ്സണൽ ഇൻഫോർമേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ ITR ഫയലിംഗ് പ്രോസസ്സിലെ മെയിൻ സെക്ഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് തുടങ്ങി റിട്ടേൺ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്ടൽ നിങ്ങൾ പല സെക്ഷൻസ് വഴി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങളെ ഗൈഡ് ചെയ്യും. അപ്പോൾ ആദ്യം നിങ്ങൾ പേഴ്സണൽ ഇൻഫോർമേഷൻ സെക്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ നിങ്ങളുടെ നെയിം, പാൻ, ആധാർ, അഡ്രസ് തുടങ്ങിയ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം പ്രീഫിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഇവിടെ നന്നായിട്ടൊന്ന് വെരിഫൈ ചെയ്യുക. അടുത്തായിട്ട് നിങ്ങളുടെ നേച്ചർ ഓഫ് എംപ്ലോയ്മെന്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഫയലിംഗ് സെക്ഷനിൽ ഡ്യൂ ഡേറ്റിനുള്ളിലാണ് നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ആപ്ലിക്കബിൾ ഓപ്ഷൻസ് പുതിയ ഡിഫോൾട്ട് ആയിട്ട് തന്നെ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ വെരിഫൈ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽ ടാക്സ് റെജിമാണ്. ഇപ്പോൾ ന്യൂ ടാക്സ് റെജിമിൽ റിട്ടേൺ ഫയൽ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങളോട് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾഡ് ടാക്സ് റെജിം ചൂസ് ചെയ്യാൻ വേണ്ടി എലിജിബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങളോട് വെരിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടാക്സ് റീഫണ്ട് എലിജിബിൾ ആണെങ്കിൽ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും IFSCയും കറക്റ്റ് ആയിട്ടാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇനിയിപ്പം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആദ്യം നിങ്ങൾ ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് കൺഫേം ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നിങ്ങൾ കാണുന്ന സെക്ഷൻ സാലറി ഇൻകം സെക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈവൺ ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോമാറ്റിക്കലി പ്രീഫിൽഡ് ആണെങ്കിൽ പോലും നിങ്ങൾ അത് വെരിഫൈ ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്യരുത്. ഫോം 16 വെച്ച് നിങ്ങളുടെ സാലറി ഡീറ്റെയിൽസും TDSും എപ്പോഴും നിങ്ങൾ മാച്ച് ചെയ്യുക. ഇനിയിപ്പം എന്തെങ്കിലും റീസൺ കാരണം നിങ്ങളുടെ സാലറി ഡീറ്റെയിൽസ് പ്രീഫിൽഡ് അല്ല അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോം 16 നോക്കിയിട്ട് മാനുവലി അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് വരുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ഇനിയിപ്പം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഇനിയിപ്പം ഈ ഒരു സെക്ഷൻ ആപ്ലിക്കബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാവുന്നതാണ്. അപ്പോൾ ഇതിനുശേഷം നിങ്ങൾക്ക് ഇൻകം ഫ്രം അതർ സോഴ്സ് കാണാം. അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ്, ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻകം ഫ്രം എനി അതർ എലിജിബിൾ സോഴ്സ് പോലത്തെ ഇൻകം നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പോർട്ടലിൽ ഈ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആയിട്ട് ഫെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ AISും ബാങ്ക് റെക്കോർഡ്സും ആയിട്ട് ഒരു പ്രാവശ്യം നിങ്ങളത് ക്രോസ് ചെക്ക് ചെയ്യുക. ഇനിയിപ്പം ഏതെങ്കിലും ഇൻകം മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് മാനുവലി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് മറക്കരുത്. ഇനി നമുക്ക് ടോട്ടൽ ഡിഡക്ഷൻ സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളിപ്പോൾ ന്യൂ ടാക്സ് റെജിമിന്റെ കീഴിലാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാനുള്ള സ്കോപ്പ് ഇവിടെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക ടാക്സ് പേയേഴ്സിനും ഈ ഒരു സെക്ഷൻ ഓട്ടോമാറ്റിക്കലി ഇവിടെ കംപ്ലീറ്റഡ് ആയിരിക്കും. എന്നാൽ നിങ്ങൾ ഇവിടെ ഓൾ ടാക്സ് റെജിം ഓപ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് എല്ലാ ഡീറ്റെയിൽസും ശ്രദ്ധയോടെ നിങ്ങളിവിടെ വെരിഫൈ ചെയ്യുക. അപ്പോൾ എല്ലാം റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൺഫേം ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സെക്ഷൻ വരുന്ന ടാക്സ് പെയ്ഡ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ അതർ സോഴ്സിൽ നിന്ന് ഡിഡക്ട് ചെയ്ത TDS പൊതുവെ ഓട്ടോമാറ്റിക്കലി റിഫ്ലക്ട് ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളുടെ TDS ഡീറ്റെയിൽസ് ഫോം 16 അതിൽ ഫോം 26 AS ആയിട്ടൊന്നും നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ ഉറപ്പുവരുത്തണം. അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്മാച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് അത് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്ത് റിസോൾവ് ചെയ്യുന്നതാണ് ഇവിടെ നല്ലത്. അപ്പോൾ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്നുള്ള ഉറപ്പായാൽ നിങ്ങൾക്ക് കൺഫേം ക്ലിക്ക് ചെയ്യാം. സോ നമ്മളിപ്പം ഫയലിംഗ് പ്രോസസ്സിന്റെ ഫൈനൽ വെരിഫിക്കേഷൻ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ പോർട്ടൽ നിങ്ങളുടെ കംപ്ലീറ്റ് ടാക്സ് കമ്പ്യൂട്ടേഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ടോട്ടൽ ഇൻകം, ടാക്സബിൾ ഇൻകം, ടാക്സ് കാൽക്കുലേഷൻ റിവ്യൂ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. കൂടാതെ ആപ്ലിക്കബിൾ ആണെങ്കിൽ റിബേറ്റ് അല്ലെങ്കിൽ റിലീഫ് ഡീറ്റെയിൽസും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഇപ്പം ഡീറ്റെയിൽ ടാക്സ് കാൽക്കുലേഷൻ കാണണമെങ്കിൽ ഷോ കോമ്പ്യൂട്ടേഷൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ കംപ്ലീറ്റ് ബ്രേക്കപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കാരണം നിങ്ങളുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ മൊത്തം റിട്ടേൺ റിവ്യൂ ചെയ്യാനുള്ള ഒരു ഫൈനൽ ഓപ്പർച്യൂണിറ്റി ആണിത്. നിങ്ങളുടെ ഇൻകം, ഡിഡക്ഷൻസ്, ടാക്സ് പേ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പായ കൺഫേം ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫൈനൽ സബ്മിഷനിലേക്ക് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ പോർട്ടൽ ഇപ്പോൾ നിങ്ങളുടെ റിട്ടേണിന്റെ ഫൈനൽ പ്രിവ്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇവിടെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്നുള്ള ഉറപ്പ് വരുത്തുക. ഇനിയിപ്പം നിങ്ങൾക്ക് ടാക്സ് റീഫണ്ടിന് എലിജിബിൾ ആണെങ്കിൽ റീഫണ്ട് എമൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇനിയിപ്പം എന്തെങ്കിലും ടാക്സ് പേയബിൾ ഉണ്ടെങ്കിൽ അതും ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഒരിക്കൽ വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്ലറേഷൻ അക്സെപ്റ്റ് ചെയ്ത് റിട്ടേൺ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം.
ഇനി നിങ്ങളുടെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഈ വെരിഫിക്കേഷൻ. അപ്പോൾ ജസ്റ്റ് നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഫയലിംഗ് പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആവില്ല. ITR വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് അത് സക്സസ്ഫുള്ളി ഫയൽഡ് ആയിട്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ആധാർ OTP ഈ വെരിഫിക്കേഷൻ ആണ്. OTP എൻറ്റർ ചെയ്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ITR സക്സസ്ഫുള്ളി ഇവിടെ ഫയൽഡ് ആവും. അതിനുശേഷം ഒരു എക്നോളജ്മെന്റ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു എക്നോളജ്മെന്റ് ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് ഡൗൺലോഡ് ചെയ്യോ സേവ് ചെയ്യോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ മറക്കരുത്. സോ ഇനി നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യും മുമ്പ് ചെക്ക് ചെയ്യേണ്ട 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഇവിടെ കറക്റ്റ് അസസ്മെന്റ് ഇയർ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി ഫോം 16, ഫോം 26AS അതുപോലെ ASലെ ഡീറ്റെയിൽസ് എല്ലാം മാച്ച്ഡ് ആണോ എന്നുള്ളത് നോക്കുക. അടുത്ത് കറക്റ്റ് ടാക്സ് റെജിം വെരിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അടുത്ത് ടാക്സ് റീഫണ്ട് ലഭിക്കാനുള്ള കറക്റ്റ് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനിയിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളിവിടെ ഉറപ്പ് വരുത്തണം. സോ നമ്മളിപ്പം പറഞ്ഞ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ITR ഫയലിംഗ് പ്രോസസ്സ് വളരെ സ്മൂത്തും ഹാസിൽ ഫ്രീ ആയിരിക്കും. സോ ഇങ്ങനെയാണ് ഫോം 16 മാത്രം യൂസ് ചെയ്ത് ഇൻകം ടാക്സ് പോർട്ടൽ വഴി ITR 1 ഓൺലൈൻ ഫയൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫുൾ ഫയലിംഗ് പ്രോസസ്സ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വർഷം സ്വന്തമായിട്ട് ITR ഫയൽ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി.